നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം തവണയും അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള പെടാപ്പാടിലാണ് CPM പ്രവർത്തകർ. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുൻകാലങ്ങളിലുള്ള മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി സ്ഥാനം നിലനിർത്തണം എന്നുള്ള ഉറച്ച തീരുമാനം CPM-നുണ്ടാകുമെങ്കിലും അത് എത്രമാത്രം പ്രായോഗികമാകുമെന്നുള്ളത് തന്നെയാണ് ആശങ്ക. ഈ ചർച്ചകൾക്കൊപ്പം ഒതുക്കേണ്ടവരുടെ പേരുകളൊക്കെ ഒതുക്കാനും CPM ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. സോഷ്യൽ മീഡിയയിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും സർവേകളിലൂടെയും ഒക്കെ ഈ തവണത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെന്നുള്ള ചോദ്യം വരുമ്പോൾ അതിൽ പ്രധാനം CPM-ൽ നിന്ന് KK ശൈലജയുടേതാണ്. ആ പേര് പക്ഷേ പാർട്ടി ഒതുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KK ശൈലജയെ വെട്ടി മുന്നോട്ടു പോകാനാണ് പാർട്ടി തീരുമാനം എന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടിയിൽ നിന്നുള്ള സൂചനകളിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതും സൂചനയുണ്ട്. അങ്ങനെയാണെങ്കിൽ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇറക്കേണ്ടി വരുന്ന സാഹചര്യം വരുമെന്നുള്ള ഭയം മുഖ്യമന്ത്രിക്ക് ഇപ്പോഴുണ്ടോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. CPM എന്ന് പറയുന്നത് ഒരു പാർട്ടിയാണ്, ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം അതിലുള്ള പ്രധാനികളെല്ലാം ചേർന്നുകൊണ്ടാണ് സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നാമനിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നത് എങ്കിൽ പോലും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് പിണറായി പറയുന്നു, അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ സഖാക്കന്മാർ അനുസരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ശൈലജയെ വെട്ടാനുള്ള തീരുമാനം പിണറായിയുടേതാണോ എന്നുള്ള സംശയങ്ങളും നിലവിലുണ്ട്. എന്തായാലും KK ശൈലജയെ വെട്ടിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പിണറായി സർക്കാർ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് എന്നുള്ള വ്യക്തമാകലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ KK ശൈലജ എന്നുള്ള പേര് പറഞ്ഞു തന്നെയാണ് വോട്ട് പിടിക്കൽ നയങ്ങളൊക്കെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇവിടെയുള്ള ആരോഗ്യ മേഖലയെ ഈ കാണുന്ന നിലയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് KK ശൈലജയുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്ന്. കൊറോണ കാലത്തൊക്കെ KK ശൈലജ അതിശക്തമായിട്ട് കൃത്യമായിട്ടുള്ള നിലപാടെടുത്തത് കൊണ്ടും കൃത്യമായിട്ടുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നതുകൊണ്ടുമാണ് നമ്മൾ കേരളത്തിൽ ജനങ്ങൾ അതിജീവിച്ചതെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പൊതുജനങ്ങളിൽ നിന്ന് വോട്ട് നേടാൻ വേണ്ടി സഖാക്കന്മാർ രംഗത്തേക്ക് ഇറങ്ങാറുള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതേ പ്രചാരണങ്ങൾ ഉണ്ടാകുമെന്നത് വ്യക്തമാണ്. അതായത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് KK ശൈലജയുടെ പേര് പാർട്ടി ഉപയോഗിക്കുമെന്ന് ചുരുക്കം. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉണ്ടായിട്ട് പോലും അവരെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിൽ KK ശൈലജയ്ക്ക് താല്പര്യമില്ല എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതൊരു പക്ഷേ പാർട്ടിയെ ചൊടിപ്പിക്കണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് KK ശൈലജ എടുത്ത തീരുമാനമായിരിക്കാം എന്നുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. എന്തായാലും KK ശൈലജയെ തള്ളിക്കൊണ്ടാണ് പാർട്ടി ഈ തവണയും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് സൂചന. കണ്ണൂരിലെ മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചില്ല എങ്കിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള നിലപാട് നേരത്തെ തന്നെ KK ശൈലജ എടുത്തിരുന്നു. ഇക്കാര്യം CPM സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതായിട്ടും KK ശൈലജ തന്നെയാണ് വ്യക്തമാക്കിയത്. പക്ഷേ KK ശൈലജയുടെ പേര് ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുമ്പോഴും 5 വട്ടം മത്സരിച്ചതിനാൽ KK ശൈലജ ഇനി മത്സരിക്കേണ്ട എന്നുള്ള നിലപാട് പാർട്ടി എടുക്കുന്നു. അമിത ആത്മവിശ്വാസം വേണ്ട എന്നും ഏകപക്ഷീയമായ വിജയം പ്രതീക്ഷിക്കേണ്ട എന്നും ഒക്കെയുള്ള വിലയിരുത്തലിലേക്ക് CPM എത്തുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുപരിചിത മുഖങ്ങളെ ആകെ രംഗത്തേക്ക് ഇറക്കുക, അതാണ് വിജയത്തിന്റെ ഏക മാർഗം എന്നുള്ളതാണ് CPM-ന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. LDF ജയിച്ച പകുതിയിലേറെ സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് ആണ് വരാൻ പോകുന്നതെന്ന് പാർട്ടി വിലയിരുത്തൽ. അതിൽ വിജയം മാത്രം മുൻനിർത്തിയാകും സ്ഥാനാർത്ഥി നിർണയം എന്നും പറയുമ്പോൾ KK ശൈലജയെ പരിഗണിക്കാൻ പാർട്ടിക്ക് പേടിയാണ്. ആരാണ് KK ശൈലജയെ മത്സരത്തിന് ഇറക്കേണ്ട എന്നുള്ള നിർദ്ദേശം നൽകിയത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മറുവശത്ത് എങ്ങനെയെങ്കിലും പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണം, മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരണമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ആഗ്രഹം പാർട്ടിക്കുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നറിയില്ല. പഠിച്ച പണി 18 നോക്കിക്കൊണ്ടാണ് CPM പ്രവർത്തകർ ഇപ്പോൾ പാർട്ടിയിലെ ഓരോ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അടക്കം നിരവധി കാര്യങ്ങളിൽ വലിയ അതൃപ്തികളുണ്ട്. KK ശൈലജയെ മാറ്റി നിർത്തുന്നതിലും CPM-നുള്ളിൽ വലിയ അതൃപ്തികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ സഖാക്കന്മാരെ അടക്കം മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടെ നിർത്തിക്കൊണ്ട് വേണം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ
എന്നുള്ളത് വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ് CPM-ൽ. ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെയൊക്കെ കാര്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് ഇവിടെ ഇനി വരുന്ന സർക്കാർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വാസം ഉണ്ടാക്കേണ്ടുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മോഹൻലാലുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഭിമുഖം, മോഹൻലാൽ മുഖ്യമന്ത്രി ഇരുവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഭിമുഖം പുറത്തിറങ്ങിയതും അത്തരത്തിലൊരു ചട്ടക്കൂടിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ഒരു അഭിപ്രായവും ഉയരുകയാണ്. ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി മോഹൻലാൽ ഇന്റർവ്യൂ പുറത്തു വന്നത് എന്നുള്ള ആക്ഷേപമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുഖം കാണാൻ ജനത്തിന് താല്പര്യമില്ലാത്തതിനാൽ മോഹൻലാലിനെ ഒപ്പമിരുത്തി അഭിമുഖം നടത്തേണ്ടായി വരുന്നു എന്നുള്ള ആക്ഷേപമാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. BJP-യിൽ ചേർന്ന മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന ഉപാധ്യക്ഷയും ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവുമായ R. രശ്മിക്ക് കൊട്ടാരക്കരയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിലായിരുന്നു ഇത്തരത്തിൽ ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു പരാമർശം. പിണറായി വിജയൻ പറയുന്നത് കേട്ട് പിണറായി വിജയന്റെ താല്പര്യപ്രകാരം പിണറായി വിജയൻ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് അതാണ് ഈ കാണുന്ന അഭിമുഖം എന്നുള്ള അഭിപ്രായവും വരുന്നുണ്ട്. അതേസമയം മന്ത്രി വീണ ജോർജിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആക്ഷേപവും ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ അഭിനയമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. വിശ്വാസകാര്യത്തിലും വികസന കാര്യത്തിലും തീരുമാനമെടുക്കാൻ കഴിയാത്ത സംസ്ഥാന സർക്കാരിന് മദ്യവിൽപ്പനയുടെ സമയം കൂട്ടാനുള്ള തീരുമാനമെടുക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് വേണ്ടി വന്നതെന്ന ആക്ഷേപവും BJP ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പരിപാടികൾ ഓരോന്നും വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ PR പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് മോഹൻലാൽ പിണറായി അഭിമുഖം നടന്നത് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലും വലിയ അഭിപ്രായങ്ങൾ ഉയരുകയാണ്. PRD ഏകോപിപ്പിച്ച് തയ്യാറാക്കിയ അഭിമുഖം കഴിഞ്ഞ ദിവസം ഒട്ടുമിക്ക സാറ്റലൈറ്റ് ചാനലുകൾ വഴിയും സംപ്രേഷണം ചെയ്തു. പിന്നാലെ സോഷ്യൽ മീഡിയയിലെ ഹാൻഡിലുകളിൽ അഭിമുഖം എത്തിയതോടെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടക്കാതെ പിണറായി വിജയന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും ചെറുപ്പത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളിൽ എല്ലാം ആ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും വീണ്ടും ഒരു പിണറായി സർക്കാർ എന്നതിലേക്ക് തന്നെയുള്ള ലക്ഷ്യമാണ്. പിണറായി വിജയനെ സരസനായി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ ഇന്റർവ്യൂയിലൂടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പൊതുജനാക്ഷേപം. എന്തായാലും ആ ശ്രമം ചീറ്റിപ്പോയി എന്നും സോഷ്യൽ മീഡിയ കുറിക്കുന്നുണ്ട്. പിണറായി വിജയൻ പിണറായിയെ ദൈവമായി കാണുന്നവർ ആ അഭിമുഖം വലിയ രീതിയിൽ ഏറ്റെടുക്കും. എന്നാൽ മറ്റു സാധാരണക്കാരുടെ അവസ്ഥ അതല്ല എന്ന് സോഷ്യൽ മീഡിയ കുറിക്കുന്നു. മക്കളെ തട്ടിക്കൊണ്ടുപോകുന്ന ആ പഴയ കഥ വീണ്ടും പറഞ്ഞ് പാളി എന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. ചിലർ TP വധം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റു പലരുടെയും പേരുകൾ വിമർശനങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഒരു മനുഷ്യനെ തുണ്ടമായി വെട്ടി കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് കുലംകുത്തി എന്നും കുലംകുത്തിയാണെന്ന് പറഞ്ഞ ആളോട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പശ്ചാത്താപം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മദ്യപാന സുഹൃത്തിനെ അവഗണിച്ചതിൽ ദുഃഖമുണ്ട് എന്ന് മറുപടി അടക്കം പറഞ്ഞ് കപടമായി നിന്ന ആളാണെന്നാണ് മാധ്യമപ്രവർത്തകനായിട്ടുള്ള ജാവേദ് പർവേഷ് ചൂണ്ടിക്കാണിക്കുന്നത്. മോഹൻലാലിന്റെ മറ്റൊരു വാമനപുരം ബസ് റൂട്ടായി മാറി ഈ ഇന്റർവ്യൂ എന്നാണ് ചില ഹാൻഡിലുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രവീൺ രവി എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകൻ ഈ ഇന്റർവ്യൂയെ കുറിച്ച് ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്: പിണറായി വിജയനും മോഹൻലാലും തമ്മിലുള്ള ഇന്റർവ്യൂ മുഴുവൻ കണ്ടു. ഇനിയെങ്കിലും CPM-കാരൻ നികേഷ് കുമാറിനെ നിങ്ങളുടെ PR വർക്ക് ഏൽപ്പിക്കുന്നത് നിർത്തണം. നികേഷ് കുമാറിന്റെ നിലവാരമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ സർക്കാരുകൾ ചെയ്ത വികസനത്തെ കുറിച്ച് ഇനി അടുത്ത 5 വർഷം ചെയ്യാൻ പോകുന്നു എന്നതിനെ കുറിച്ചൊക്കെയുള്ള യാതൊരു ചർച്ചയും ഈ ഇന്റർവ്യൂവിൽ ഉണ്ടായിട്ടില്ല. പകരം പിണറായി വിജയന്റെ കുടുംബ പുരാണം, ഇഷ്ടമുള്ള സിനിമ, ഇഷ്ടമുള്ള ഭക്ഷണം, ഇങ്ങനെ പഴയ മനോരമ നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ലാലിനെ കൊണ്ട് ചോദിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചു പേർക്ക് പിണറായി വിജയൻ ദൈവമാണ് എന്ന് കരുതി നാട്ടുകാർക്ക് എല്ലാവർക്കും അങ്ങനെയാണെന്ന് കരുതരുത്. പിണറായി വിജയനെ വ്യക്തിപരമായി ഇഷ്ടമില്ലാത്തവർ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യം ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും നടത്തിച്ചെടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണമായിരുന്നു ഈ ഇന്റർവ്യൂ. പകരം മനോരമ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ. ഇക്കാര്യത്തിൽ VD സതീശനാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഈ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അതിന്റെ പരിഹാരങ്ങളെക്കുറിച്ചാണ് VD സതീശൻ ഇന്റർവ്യൂകളിലൂടെ സംസാരിക്കുന്നത്. ഇതിനിടയിൽ ഇടയ്ക്കൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളും പറഞ്ഞ് അതിനെ കൊഴുപ്പിക്കാൻ സതീശൻ ഇന്റർവ്യൂയിലൂടെ സാധിച്ചു എന്ന് മാത്രം. പിണറായിയുമായുള്ള അഭിമുഖം ആകെ ശോകമായിരുന്നു എന്ന് ചുരുക്കം. ചായ ഉണ്ടാക്കാൻ അറിയാം, രജനീകാന്തിനെ ഇഷ്ടമാണ്, മക്കൾക്ക് വീക്ക്നെസ് എന്താണ്, മക്കളെ കൊല്ലാൻ വന്നത് ഇങ്ങനെ പോകുന്നതാണ്,
കഥയാണ് ഇന്റർവ്യൂ. ചുരുക്കി പറഞ്ഞാൽ പഴയ ബോംബ് കഥ തന്നെ. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സഖാക്കന്മാരുണ്ട്. പിണറായിയെ ദൈവമായി കാണുന്നവർ, ദൈവം അയച്ച ദൂതനായി കാണുന്ന ആളുകൾ, ആൾ ദൈവമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നവർ, അവർക്കൊക്കെ ഈ ഇന്റർവ്യൂ മാത്രം ഇഷ്ടപ്പെടും. പക്ഷേ ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല. ഈ ഇന്റർവ്യൂ കണ്ടിട്ടൊന്നും പിണറായിക്ക് ഇനി വോട്ട് കിട്ടാൻ പോകുന്നില്ല. പൊട്ട സിനിമ പോലും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടന്റെ പുരികം വരെ അഭിനയിച്ചു എന്ന് പറയുന്ന ഫാൻസിനെ പോലെ ചിലർ ഇവിടെ ഉണ്ടാകും. പക്ഷേ അന്തം ഭക്തർ അല്ലാത്തവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനാധിപത്യ വിശ്വാസികളും എന്നത് ഓർക്കണം. മോഹൻലാലിന്റെ മറ്റൊരു വാമനപുരം ബസ് റൂട്ടായി മാറി ഈ ഇന്റർവ്യൂ എന്നുള്ളതാണ് ഈ ഒരു വിമർശനമായിട്ട് ഉയരുന്നത്.